ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് കോളർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിക്കാനാണ്. അതും വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ബിഗിനേഴ്സിന് വരെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ട്രിക്കൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട്. അത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നോട്ട് ഞാൻ ഇതിന് മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം. നമ്മൾ ടോപ്പ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും കോളറിന് കട്ട് ചെയ്യുമ്പം നമ്മൾ സാധാരണ ഷോൾഡർ എടുക്കുന്നതിലും ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് എടുത്താൽ മാത്രം മതി ഷോൾഡർ. ബാക്കിയെല്ലാം നോർമലായിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിട്ട് ഇതിൽ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ പോലെ കൊടുത്തിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഉള്ളതെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് മടക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഫ്രണ്ട് ഓപ്പൺ വരുന്ന ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മളിവിടെ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ പടി പോലുള്ളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ച് വിഡ്ത്തും ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ച് വിഡ്ത്തിലും ലെങ്ത് 3.5 ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ ഇങ്ങനെ യു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതാ ബാക്ക് പീസ് നമുക്കിവിടെ എടുത്ത് വയ്ക്കാം. ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ അതേ വിഡ്ത്ത് തന്നെ നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ലെങ്ത് ഒരു അര ഇഞ്ച് മാത്രം മതി ലെങ്ത് കൊടുക്കുന്നത്. നമ്മൾ കോളറാണല്ലോ, അപ്പോൾ അര ഇഞ്ച് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുത്തിട്ട് നമുക്കതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പീസ് ഞാനിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത പീസും കൂടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമുക്കിതുപോലെ മെറ്റീരിയൽ കറക്റ്റായിട്ട് നെക്കൊന്ന് ഇതുപോലെ കറക്റ്റായിട്ട് പിടിക്കുക. നമ്മൾ ആ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് ബാക്കിലത്തെ സെൻറ്റർ ഭാഗം ഇതുപോലെ പിടിക്കുക. ബാക്ക് പീസിൻ്റെ സെൻറ്ററാണ് നമ്മളിവിടെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്ക് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കണം. ബാക്ക് പീസിൻ്റെ അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കണം. ഇവിടെയാണ് നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇത്രയും സ്ലോയിൽ കാണിക്കുന്ന അതുകൊണ്ടാണ്. ഇതുപോലൊരു പിന്ന് കുത്തി കൊടുക്കാം. പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇവിടെ ഇതുപോലെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വലിച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുക. അതായത് റൗണ്ട് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് മാക്സിമം വളച്ച് വയ്ക്കുക. എന്തോരം വളച്ച് വയ്ക്കാൻ പറ്റുമോ അത്രയും നമ്മളിത് വളച്ച് വയ്ക്കുക. ഇതുപോലെ വളച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ നമുക്കൊന്ന് ചോക്കിനെ വരച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇച്ചിരി കൂട്ടിയിട്ടിട്ട് വേണം നമുക്ക് വരച്ച് കൊടുക്കാനായിട്ട്. ഇവിടെ വരുമ്പോൾ ഇച്ചിരി കൂട്ടിയിട്ടിട്ട് വേണം. അപ്പം ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക. അളക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതുപോലെ ചെയ്താൽ കറക്റ്റ് പക്ക ഫിനിഷിങ്ങിൽ തന്നെ വരും. ഒരളവിൻ്റെ ഒരു കാര്യം ഒന്നുമില്ല. നമുക്ക് ക്യാൻവാസിൽ കോളർ കട്ട് ചെയ്യുന്നതിന് ഇതുപോലൊന്ന് നമുക്ക് വരച്ച് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ഇച്ചിരി കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് 1 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ 1 ഇഞ്ച് ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എല്ലായിടും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റായിട്ട് 1 ഇഞ്ച് തന്നെ എല്ലായിടും കൊടുക്കുക. എന്നിട്ട് വളച്ച് വരച്ച് കൊടുക്കുക. ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട്. ക്യാൻവാസ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ച് വേണം ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് മോഡൽ വീഡിയോസുകൾ നമ്മൾ ഇടുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി മോഡലുകളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി നിങ്ങൾ കാണുക. അപ്പം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തു.
അതിനുശേഷം നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. നെക്ക് നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത്. അപ്പം നെക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ബാലൻസ് വരുന്നത് നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വന്നത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതുപോലെ നമുക്കത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഒരു മെറ്റീരിയൽ എടുക്കുക. ഇതേ സെയിം കളറിൽ തന്നെയുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൽ അയൺ ചെയ്തിട്ട് വരാം. ഞാനിവിടെ അയൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അയൺ ചെയ്തെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട്, മെറ്റീരിയലിൽ 1/2 ഇഞ്ച് കൂടുതലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് കൂട്ടിയിട്ടെടുത്തിട്ട് ഞാൻ അതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ക്യാൻവാസ് വെച്ചതും ഒന്ന് ക്യാൻവാസ് വെക്കാത്തതും. അങ്ങനെ 2 പീസും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച മെറ്റീരിയൽ ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് മടക്കുക. കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പീസ് ഇവിടെ എടുക്കുക. അടുത്ത പീസ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊന്ന് താഴെ നിർത്തിയിട്ട് നമുക്ക് ഇവിടെ അരികെ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ക്യാൻവാസിൽ സ്റ്റിച്ചിങ് വീഴാത്ത രീതിയിൽ ക്യാൻവാസിനോട് ചേർത്തിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ക്യാൻവാസിനോട് ചേർത്ത് തന്നെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ ഒക്കെ ചെയ്താൽ മാത്രമേ ഇത് ഫിനിഷിങ്ങിൽ വരുള്ളൂ. അപ്പം ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നീട് സൂചി അവിടെ നിർത്തി താഴേക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് കണ്ടോ, താഴേക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിടണം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഇതുപോലെ മറിച്ചിടുക. എന്നിട്ട് ആ കോൺ വരുന്ന ഭാഗത്തൊക്കെ നമുക്കൊന്ന് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ കോണെല്ലാം കറക്റ്റാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും, കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ അരിക്ക് കൂടി സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്റ്റിച്ചിങ് പിന്നെ നമ്മൾ ആ ക്യാൻവാസിലേക്ക് സ്റ്റിച്ചിങ് വീഴാൻ പാടില്ല. ആ ഉള്ളിലത്തെ തുണിയിൽ മാത്രം ക്യാൻവാസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടോ, ഞാൻ ഇവിടെ ക്യാൻവാസിലേക്ക് സ്റ്റിച്ചിങ് വീഴുന്നില്ല എന്നാൽ അതിനോട് ചേർത്ത് തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതായത് കണ്ടോ, ഓപ്പണിങ് വരും. നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു സ്റ്റിച്ച് ചെയ്യുന്നത്, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നെക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലൊന്ന് കൊത്തിട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് കൊത്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ കോളറും എടുത്ത് വയ്ക്കുക. കോളറും എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കുക. അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് അതും കൊത്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടോപ്പ് ഇതുപോലെ എടുത്തിടാം. ടോപ്പ് ഇട്ടിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഇത് കണ്ടോ, ഇവിടെ ചീത്തവശമാണ്, ടോപ്പിൻ്റെ ചീത്തവശമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കോളറിൻ്റെ സെൻറ്റർ ഭാഗം എടുത്ത് വയ്ക്കുക. എന്നിട്ട് കോളറിൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് കണ്ടോ, സ്റ്റിച്ചിങ് കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തത്, കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ചിങ് കൊടുത്തത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് കറക്റ്റായിട്ട് അതേ കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതേ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ കറക്റ്റ്
കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. ഒട്ടും പൊളച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ പിന്നെ നെക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ചെയ്യുക. കോളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പൊളച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് കോളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം നിങ്ങൾ പറയുക. ഇതുപോലെ ചെയ്താൽ ഞാൻ 100% ഗ്യാരൻറ്റി പറയുകയാണ്, നിങ്ങൾ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പം പക്ക ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും, കറക്റ്റായിട്ട് ഇരിക്കും. നമ്മൾ ആ സ്റ്റിച്ചിങ്ങിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം ഇതുപോലെ ഞാൻ ആ സ്റ്റിച്ചിങ്ങിൽ കൂടി തന്നെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അടുത്ത സൈഡും സെൻറ്ററിൽ നിന്നും താഴേക്ക് നമുക്ക് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ അത് 2 സൈഡും നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ മറിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കാണ് വരുന്നത് കോളർ. എന്നിട്ട് നമുക്കിതുപോലെ ആ ക്യാൻവാസിൻ്റെ അരികിൽ കൂടി, ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത ആ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ അരികത്ത് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്യുക, ചേർത്ത് വെച്ച് അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ കോളറിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. ബിഗിനേഴ്സിന് വരെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ടിപ്സാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. റൗണ്ട് കോളർ സ്റ്റിച്ച് ചെയ്യൽ എല്ലാവർക്കും ഇച്ചിരി പാടുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ അത് കറക്റ്റായിട്ട് അറിയാത്തവർക്ക് ഈ റൗണ്ട് കോളർ ഭയങ്കര പാടാണ്. പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.